നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണം കമ്പനി കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചപ്പോൾ അത് CPM-നെ ഭയപ്പെടുത്തുന്നില്ല എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള പണമിടപാട് എന്നാണ് CPM മുമ്പ് ഇതിനെ വിശേഷിപ്പിച്ചത്. CMR-ലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ അല്ലെങ്കിലും CPM-ന് ഭയക്കേണ്ട കാര്യവുമില്ല. എന്നാൽ KICDC കൂടി ഉൾപ്പെട്ട കേസിൽ സർക്കാർ മൗനം പാലിക്കുന്നത് അർത്ഥഗർഭമാണ്. KICDC നൽകിയ മറുപടിയും കുഴപ്പം പിടിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ ഇടപാടിൽ അന്വേഷണം നടത്തേണ്ട ഏജൻസി ഏതാണ്? ആർക്കാണ് ഈ അന്വേഷണത്തെ ഭയം? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ്, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, BJP വക്താവ് പ്രിന്റു മഹാദേവ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ബലദേവിലേക്ക്. അഡ്വക്കേറ്റ് ബലദേവ്, ഈ CMR-ലും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പ്രതികരിച്ചത്, ആരോപണം ഉണ്ടായപ്പോൾ പ്രതികരിച്ചത്, ഇത് ഒരു വ്യക്തിയും രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ പ്രകാരമുള്ള പണമിടപാട് ആണെന്നായിരുന്നു. അതിന് പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ പ്രചോദിതമായ അന്വേഷണം എന്നാണ്. അതെങ്ങനെയാണ്? പണമിടപാട് സംബന്ധിച്ചുള്ളത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടും അന്വേഷണം വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതവുമാകും. ഇതിനകത്ത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, ഇടപാടെന്ന് പറയുന്നത് CMR-ലും എക്സാലോജിക്കുന്ന കമ്പനിയും തമ്മിലാണ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ നിയമത്തിൽ ലോ ഓഫ് കോൺട്രാക്ട്സിലാണ് വരുന്നത്. ഇപ്പൊ CMR-ല് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി എക്സാലോജിക്കുമായിട്ട്. ആ എക്സാലോജിക്കിന് എത്ര രൂപ ആയിക്കോട്ടെ, 10 കോടി എത്ര കോടി രൂപ അവർ കൊടുത്തു. ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സിന്റെ കാര്യങ്ങൾ കമൽത്തിൽ ചർച്ച ചെയ്തതാണ്. ഈ CMR-ൽ ഇതിന് ഇൻകം ടാക്സ് കൊടുക്കാൻ പറ്റില്ല, അവരുടെ എക്സ്പെൻസിനകത്ത് കാണിച്ചു. ഉടനെ ഇൻകം ടാക്സിന്റെ ഇന്റർവ്യൂ ബോർഡ് അതിന് ഇൻകം ടാക്സ് കൊടുത്തേ പറ്റൂ, കാരണം അവർക്ക് സർവീസ് കിട്ടിയിട്ടില്ല. ഇതായിരുന്നു ഒരു പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ ഇതിനകത്ത് CMR-ലും എക്സാലോജിക്കുമായിട്ടുള്ള കമ്പനിക്കകത്തൊരു ലോ ഓഫ് കോൺട്രാക്ട് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേര് തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. അത് എന്ത് എഗ്രിമെന്റും ആയിക്കോട്ടെ, ആ എഗ്രിമെന്റിന് പ്രകാരം ബാങ്ക് വഴി പണം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആണ്. ആ ട്രാൻസാക്ഷൻ ലീഗൽ ആയതുകൊണ്ടാണ് വിജിലൻസ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കേസെടുത്ത് പുറത്തു കളഞ്ഞത്. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നതിനകത്ത് ഒരാൾക്ക് നഷ്ടമുണ്ടായാൽ, ഒരു ലോ ഓഫ് കോൺട്രാക്ട്സ് പറയുന്നത് നഷ്ടമുണ്ടാകുന്ന വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ അതിനെതിരെ ഒരു കേസ് കൊടുക്കാനുള്ള അവകാശം. ഇവിടെ രണ്ട് സ്വകാര്യ കമ്പനികളാണ്, രണ്ട് കമ്പനികൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. CMR-ന് സർവീസ് ലഭിച്ചില്ല. CMR-ന് സർവീസ് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സർവീസ് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സാലോജിക്കിനെതിരെ കേസ് കൊടുക്കാം. ഇതിനകത്ത് മൂന്നാമതൊരു വ്യക്തിക്ക് യാതൊരു കയ്യുമില്ല. ഇന്ത്യയിൽ ഒരു നിയമവും അങ്ങനെ ഇല്ല. ഞാനും അവതാരകനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ നമ്മൾ രണ്ടുപേരും ആ എഗ്രിമെന്റ് നിന്ന് ഒരാൾ വയലേറ്റ് ചെയ്താൽ എതിർകക്ഷി കേസ് കൊടുക്കാം. എതിർകക്ഷി അതെനിക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മൂന്നാമതൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരം എന്താ? ഇന്ത്യയിൽ അങ്ങനെ ഇന്ന് വരെ യാതൊരു നിയമവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് CPM-ന്റെ അഭിപ്രായം വന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. CMA എന്നാണ് ഈ ഓർഡർ ഇറക്കിയത്. 206 ഫോർ എൻക്വയറി ആണ്. ഈ എൻക്വയറിയിൽ പറയുന്നത് എന്താ? ഈ കമ്പനിയിൽ നേരത്തെ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ ക്രമരഹിതമായി എന്തോ നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കാം. എപ്പോ വേണമെങ്കിലും കമ്പനീസ് ആക്ട് അനുസരിച്ച് ഏത് രജിസ്റ്റേർഡ് കമ്പനിയിലും എന്തെങ്കിലും ക്രമരഹിതമായി നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം. അവരെ അന്വേഷിച്ചോട്ടെ. അതിന് ഈ ട്രാൻസാക്ഷൻ അതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ട്രാൻസാക്ഷന് സർവീസ് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് CMR-ലാണ്. അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം താൽക്കാലികമായിട്ട് വേണമെങ്കിൽ CPM സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതുപോലെ CMR-നെതിരെയോ KICDC-ക്കെതിരെയോ എക്സാലോജിക്കിനെതിരെയോ ഒരു കേസെടുക്കാം. കേസെടുക്കാവുന്നുള്ള ആ കേസ് നിൽക്കില്ല. കാര്യം ഇത് ആന്റി കറപ്ഷന്റെ സെക്ഷനകത്ത് വരത്തില്ല, കമ്പനീസ് ആക്ടിന്റെ വയലേഷനകത്ത് ഒന്നും വരത്തില്ല. മറ്റ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എക്സാലോജിക്ക് മറ്റെന്തെങ്കിലും കമ്പനീസ് ആക്ട് അനുസരിച്ച് അവരുടെ ബൈലയിൽ പറയുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്വേഷിച്ച് അങ്ങ് പറഞ്ഞത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ പറയുന്നത് ഇത് അഴിമതിയുടെ പരിധിയിൽ വരുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചനയാണ്. കാരണം ഒരു കരാറുണ്ടാക്കി ഒരു സേവനവും വാങ്ങാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം അവർ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്നാണ്. പക്ഷേ ഇത് അന്വേഷിക്കുന്നത് ഏതെങ്കിലും അഴിമതി വിരുദ്ധ ഏജൻസി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇൻകം ടാക്സ് ഓർഡറിന്റെ 245A അത് 2021 BJP ഗവൺമെന്റ് അമെന്റ് ചെയ്തതാണ്.
ആ അമെന്റ്മെന്റ് പൊസിഷനകത്ത് ഇപ്പോൾ ഈ ഇന്ററിം ബോർഡ് ക്രിയേറ്റ് ചെയ്ത് 245A അനുസരിച്ചാണ്. അതിന്റെ ലാസ്റ്റിൽ പറയുന്ന സെന്റൻസ് ഇതാണ്: എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആൻഡ് ബൈ ക്ലെയിമിംഗ് ടു കോമ്പൻസേറ്റ് എ സർവീസ് വിച്ച് ഹാസ് നോട്ട് ബീൻ റെന്റഡ് ഓർ റിസീവ്ഡ് the payment of rupees 1.72 crore does not qualify as a business expense and accordingly stands disallowed എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് സർവീസ് നൽകിയിട്ടില്ലാത്തത് കൊണ്ട് 1.72 കോടി രൂപയുടെ ടാക്സ് കൂടെ അവർ കൊടുക്കണം. ടാക്സ് കൊടുക്കണമെന്ന് അതിനകത്ത് എവിടെയും അഴിമതി നടന്നു എന്നൊരു വാക്കേ പറഞ്ഞിട്ടില്ല. ആകെയുള്ള നിങ്ങൾ പറയുന്നത് പോലെ ഇതിന്റെ ചീഫ് പേഴ്സണ് ഒരു പ്രോമിനന്റ് പേഴ്സണുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന് പറയാം. അത് ആ ഒരു വാചകം തന്നെ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ഇന്ററിം ബോർഡിന് പറയാനുള്ള ഒരു അവകാശമില്ല. കാരണം അവർക്ക് അവരുടെ മുമ്പിൽ വന്ന കേസ് പരിഗണിക്കാനുള്ള അധികാരം ഒരു പ്രോമിനന്റ് പേഴ്സന്റെ ബന്ധുവായി എന്ന് പറയുന്നതിനകത്ത് അതിന് പൊളിറ്റിക്കൽ എയിം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ജഡ്ജ്മെന്റ് എന്റെ മുൻപിൽ ഇപ്പോഴത് മൊത്തം ഇതിനകത്ത് എങ്ങും അഴിമതി എന്ന് പറയുന്ന ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. അഴിമതി എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി ഞാൻ ബാങ്ക് വഴി പണം ഇദ്ദേഹത്തിന്റെ പേര് ട്രാൻസ്ഫർ ചെയ്താൽ അത് 100% കറക്റ്റ് ആണ്. ആ പൈസ എന്തിനു കൊടുത്തു എന്നുള്ളതല്ല. അപ്പൊ പണം വഴി ട്രാൻസാക്ഷൻ ചെയ്തു, എനിക്ക് ഇദ്ദേഹം സർവീസ് തന്നിട്ടില്ല. അതിന് സർവീസ് തന്നില്ലെങ്കിൽ അത് ക്ലെയിമായിട്ട് പോയി ആ സർവീസ് വാങ്ങിക്കാൻ അവകാശപ്പെട്ട ആൾ ഞാനാണ്. തേർഡ് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു അവകാശമില്ല. ഈ കേസുകൾ കോടതിയിൽ വരട്ടെ. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ കോടതി ചോദിക്കുക എന്ത് ആർക്ക് പരാതി കൊടുക്കേണ്ട ആൾ CMR പരാതിയില്ല. അവർ കമ്പനിക്ക് കാശ് കൊടുത്തിരിക്കുന്നു. ഇവർ സർവീസ് കിട്ടിയോ കിട്ടിയില്ലയോ തീരുമാനിക്കേണ്ടത് CMR-ലാണ്. എക്സാലോജിക്കുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് പിന്നെ ഈ ബോർഡിന്റെ ഡിസിഷനകത്ത് എങ്ങും അങ്ങനെ ഒരു വാക്കയില്ല. പിന്നെ അതിനകത്ത് ആകെയുള്ള ഒരു പ്രത്യേകത 245A അനുസരിച്ചുള്ള നോ അപ്പീൽ ഓർ റിവിഷൻ ഷാൽ ലൈ അഗൻസ്റ്റ് ദി ഓർഡർ. ഇതിനകത്ത് അപ്പീലും ഇല്ല, റിവിഷനും ഇല്ല. കാര്യം രണ്ട് ജഡ്ജിമാരുടെ റിട്ടയർഡ് ജഡ്ജ്മെന്റ് ആണ് ആ വിധി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനോ അത് അവരുടെ ഇൻഹറന്റ് പവർ അനുസരിച്ചൊക്കെ ഇത് പരിഗണിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ അഡ്വക്കേറ്റ് ബൽദേവ് ചൂണ്ടിക്കാട്ടിയതുപോലെ സേവനം വാങ്ങാതെ പണം നൽകി എന്നാണ് ഒരു ആരോപണം രാഷ്ട്രീയമായി ഉന്നയിക്കുന്നത്. പക്ഷേ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ ഓർഡറിൽ പറയുന്നത് അത് അവരുടെ പവ്യൂവിൽ വരുന്നൊരു കാര്യമല്ല. ഇങ്ങനെ നടന്നിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കാം എന്നൊരു പരാമർശം മാത്രമേ ഉള്ളൂ. ഒരു പ്രൊമിനൻറ്റ് പേഴ്സൻ്റെ മകളായതുകൊണ്ടായിരിക്കാം, ബന്ധമുള്ളതുകൊണ്ടായിരിക്കാം ഈ പണം നൽകിയതെന്ന് പരാമർശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ കേസ് അന്വേഷിക്കുന്നത് ഏതെങ്കിലും അഴിമതി വിരുദ്ധ ഏജൻസിയല്ല, CBI-യോ വിജിലൻസോ ഒന്നുമല്ല. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇതിലെന്തോ ക്രമക്കേടുണ്ട് എന്ന ROC-യുടെ അതായത് കൊച്ചിയിൽ നിന്നുള്ള കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് വെച്ചിരിക്കുന്നു. അവരന്വേഷിക്കുന്നതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നല്ല, കമ്പനി ആക്ട് പ്രകാരമുള്ള എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇതിനെപ്പറ്റി ആലോചിച്ചത് ഈ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, LDF-ഉം BJP-യും തമ്മിൽ ഈ CPM BJP-യും തമ്മിൽ എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ച അന്വേഷണമാണെന്നാണ്. ഈ അന്വേഷണം തന്നെ പ്രഹസനമല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ ശ്രീ മാത്യുവും പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിലെ വിഷയം കേവലം 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമല്ല. ഒന്ന്, കമ്പനി ഏതാണ്, 2, പണം വാങ്ങിയത് ആരാണ്. ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ പ്രശ്നത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് പൈസ കൊടുത്തില്ല, സേവനം കിട്ടിയില്ല, കിട്ടി, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷെ കമ്പനി ആരാണ്? കേരളത്തിൽ എത്രയോ കാലമായി സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം ആവശ്യപ്പെടുന്ന KMRL കമ്പനിയാണ്. കേരളത്തിലെ എത്രയോ സമരങ്ങൾ ഇവർക്കെതിരെയാണ്. വിവാദ കമ്പനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, കർത്ത വിവാദ വ്യവസായി എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു സേവനവും ചെയ്യാതെ, ഒരു കമ്പനിക്ക് എന്താണ് ജോലി എന്ന് പോലും അറിയാതെ, കമ്പനിയുടെ പറഞ്ഞിരിക്കുന്ന പ്രൊഫൈലിനകത്ത് ഒരു തരത്തിലുള്ള ജോലിയും KMRL കൊണ്ട് എടുപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനു പൈസ കൊടുത്തു? അത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് കൊടുത്തു. അതുകൊണ്ടാണ് സ്വകാര്യ മേഖലയിലേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കരിമണൽ ഖനനം മാറ്റാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ അത് അഴിമതിയാണ്. ആ അഴിമതിയെ അന്വേഷിക്കണം. ഞങ്ങൾ കേസ് കോടതിയിൽ പോയി, ആ കോടതിയിലാണ് കേസുള്ളത്. ഞങ്ങൾക്ക് 100% ഉറപ്പാണ് കേരളത്തിൽ അന്വേഷിച്ചാൽ ഇതെവിടെയും എത്താൻ പോകുന്നില്ല. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലും അന്വേഷിച്ചാൽ, ഏതെങ്കിലും നിഷ്പക്ഷ ഏജൻസി അന്വേഷിച്ചാൽ സ്വാഭാവികമായ പരിണാമം മുഖ്യമന്ത്രിയുടെ മകൾ അകത്തിരിക്കുന്നതാണ്. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനോട് ഇതിന്റെ ധാർമ്മികതയാണ് നിങ്ങൾ പറയേണ്ടത്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ട്രെയിൻ അപകടത്തിന്റെ പേരിൽ റെയിൽവേ മന്ത്രി രാജിവെച്ച നാടാണ്.
വിമാനാപകടത്തിന്റെ പേരിൽ വ്യോമയാന മന്ത്രി രാജിവെച്ച നാടാണ്. ഇതിനാണ് ധാർമ്മികത എന്ന് പറയുന്നത്. കേരളത്തിലെ EMS മുതൽ ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ മക്കളെ പറ്റി ഇതുപോലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇല്ലാത്ത വിവാദങ്ങൾ വന്ന് എത്ര കാലം അദ്ദേഹം ഗൾഫിൽ പോയി തിരിച്ചു വന്ന് കുറെ പെട്ടി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ദീർഘകാലം സമരം ചെയ്ത ആളുകളാണ് ഇവിടുത്തെ CPM. ഒരു അത്തോളി നെന്മണ്ട ചീക്കിലോട് റോഡ് അത് കെ മുരളീധരനുമായി ബന്ധപ്പെടുത്തി ദീർഘകാല സമരം. എത്ര കാലം കെ മുരളീധരനെ വേട്ടയാടി? ഒറ്റ കാരണം ഉണ്ടായിരുന്നത് കെ കരുണാകരന്റെ ചൂണ്ടിക്കാട്ടുന്നതിന്റെ കാരണമായി നിജേഷ് പറഞ്ഞത് ഈ CMRL കമ്പനി കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ വേണമെന്ന് ക്യാമ്പയിൻ ചെയ്യുന്ന കമ്പനിയാണ്. ഓക്കെ, അത് ശരിയുമാണ്. അങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്ന കമ്പനി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ആരാണ് ഈ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിക്കേണ്ടത്? അത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള BJPക്ക് അല്ലേ പൈസ കൊടുക്കേണ്ടത്? അത് പിണറായി വിജയൻ്റെ മകൾക്ക് പൈസ കൊടുത്താൽ എങ്ങനെയാണ് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കപ്പെടുക? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കേരള ഗവൺമെന്റിന് മറ്റേതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അനുമതി കൊടുക്കേണ്ടത് കേന്ദ്രമാണ് എങ്കിലും ഇവിടെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. സ്വാഭാവികം അനുമതി എവിടുന്ന് കിട്ടണം? കേരളത്തിലെ വ്യവസായ വകുപ്പ് കിട്ടണം, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും മിനിസ്ട്രിയിൽ നിന്ന് കിട്ടണം. അതുകൊണ്ടാണല്ലോ ശ്രീ VD സതീശൻ പറഞ്ഞത് ഈ അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് എത്തുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അന്വേഷണം ഒരു ഏജൻസി വന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിന് പൈസ കൊടുത്തു? നമ്മളാണോ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്? അജിംസ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിന് പൈസ കൊടുത്തു? അത് ചാണ്ടി ഉമ്മനാണ് കൊടുത്തിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ആന്റണിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മക്കൾക്കായിരുന്നു കൊടുത്തതെങ്കിൽ ഏത് തലത്തിലായിരുന്നു CPM ഇതിനെ കാണുക? ഏതായിരുന്നു ഇതിന്റെ ധാർമ്മിക വിഷയം? എന്തുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആദർശത്തിന് വേണ്ടി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിനകത്തേക്ക് നിരന്തരമായി പൈസ വന്നിട്ട് നേരത്തെ ഇത് ഇന്നത്തെ ആദായ നികുതി വകുപ്പ് വരുന്നതിന് വളരെ മുമ്പ് നിയമസഭയ്ക്കകത്ത് യശസ്വരീനായ PT തോമസ് ഉന്നയിച്ച ഒരു വിഷയമാണിത്. വിവാദ വ്യവസായിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബം പണം വാങ്ങി എന്നുള്ളത്. അന്നും ഇതിനെ അവജ്ഞയോടുകൂടി തള്ളിയെന്ന് മാത്രമല്ല, PT തോമസിനെതിരെയായിരുന്നു അന്ന് ആരോപണം. പിന്നീട് ഉന്നയിച്ച മാത്യു കുഴൽനാടനെതിരെയായിരുന്നു ആരോപണം. യഥാർത്ഥ വിഷയം അവിടെ നിൽക്കുന്നു. ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഇതിന്റെ ധാർമ്മിക വിഷയമാണ്. എന്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു സേവനവുമില്ലാതെ പണം കൊടുത്തു? അത് ഒരു ധാർമ്മികമായ വിഷയമാണ്. അത് രാഷ്ട്രീയമായ വിഷയമാണ്. അതൊരിക്കലും ഒരു സാങ്കേതിക വിഷയമല്ല. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുകയും ആ അന്വേഷണം നാളെ ഇല്ലാതായി എന്ന് പറയുകയും അന്വേഷണത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടേ അല്ല. അത് നമ്മുടെ ഇപ്പോഴത്തെ സമരമൊക്കെ കാണുന്നത് പോലെ നമ്മൾക്കറിയാം, ഭരണത്തിന്റെ 9.25 വർഷം കഴിഞ്ഞാൽ ഒരിക്കലും റെയിൽവേയിൽ ഇനി റിക്രൂട്ട്മെന്റ് നടക്കില്ല എന്ന് അജീംസിന് പറയാം, എനിക്ക് പറയാം. ഈ ജനുവരി മാസം 20-ാം തീയതി DYFIയുടെ സമരം റെയിൽവേ റിക്രൂട്ട്മെന്റ് നടക്കാത്തതിനെതിരെ, കേന്ദ്രത്തിലെ രണ്ടാമത്തെ മുദ്രാവാക്യം കേന്ദ്രത്തിൽ റിക്രൂട്ട്മെന്റ് നടക്കാത്തതിനെതിരെ ആത്മാർത്ഥതയുള്ള സമരമാണെങ്കിൽ നേരത്തെ ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഞങ്ങൾ സമരം ചെയ്തോ? സമരം ചെയ്തിട്ടുണ്ട്. എന്താണ് ആവശ്യം? ഇന്നതാണ് ആവശ്യം. നടക്കുമോ? നടക്കില്ല. അത് കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള സമരം ചെയ്യുന്നത് പോലെ തന്നെ ഒരു പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റ് ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം നമ്മൾക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങൾക്കകത്തേക്ക് EDയുടെ വണ്ടി കയറിപ്പോയ സമയത്ത് ഇന്ത്യ രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ നിരന്തരമായി പരിശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ നാട്ടിൽ കേരളത്തിലെ ഗവൺമെന്റിനെതിരെ മാത്രം ഈ തരത്തിൽ ഒരു അന്വേഷണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾക്കൊക്കെ അറിയാം, തൃശൂരിൽ വന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു എവിടെയാണ് സ്വർണ്ണക്കടത്തുള്ളത് എന്ന് നമ്മൾക്കെല്ലാം അറിയാം. ഏത് ഓഫീസാണ് സ്വർണം കടത്തുന്നത് എന്ന് നമ്മൾക്കെല്ലാം അറിയാമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ അത് അറിയേണ്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് അറിയുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് അത് അന്വേഷിക്കാനുള്ള ഏജൻസികളെ അയച്ചില്ല? എന്തുകൊണ്ട് മറ്റ് കോൺഗ്രസ് സർക്കാരുകളുടെ നേരെ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും ചിദംബരത്തിനെതിരെയും DK ശിവകുമാറിനെതിരെയും ഒക്കെ കയറി വന്ന് ജയിലിൽ അടച്ച, ചോദ്യം ചെയ്ത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനമന്ത്രി വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി അഴിമതി നടന്നു എന്ന്, തട്ടിപ്പ് നടത്തിയെന്ന്, കള്ളക്കടത്ത് നടത്തിയെന്ന് വിശ്വസിച്ച് പൊതുസമ്മേളനത്തിൽ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേരെ വരുന്നില്ല എന്ന ചോദ്യമാണ്, സ്വാഭാവിക ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. അതിന്റെ മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അതേസമയം ഏതെങ്കിലും നിയമവിദഗ്ധൻ പറഞ്ഞ് ഇന്ന സെക്ഷൻ പ്രകാരം അത് നിലനിൽക്കത്തക്കതല്ല എന്ന്, മോഷണം നടത്തിയത് അറിഞ്ഞുകൊണ്ടാണ് എന്നും വകുപ്പുകൾ അറിഞ്ഞതുകൊണ്ടാണ് അതൊരിക്കലും പിടിക്കപ്പെടില്ല എന്നും നിയമവിദഗ്ധന്മാർ കോടതിയിൽ പറയുന്നത് പോലെയല്ല. ഇതിന്റെ ധാർമ്മികമായ വേർഷനാണ്
ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടത്, പൊതു സമൂഹം ചർച്ച ചെയ്യേണ്ടത് കേരളത്തിന്റെ ഒരു എത്രയോ കാലത്തെ ഒരു പാരമ്പര്യം, ഞാൻ നേരത്തെ പറഞ്ഞ EMS മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിലെ പാരമ്പര്യത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ പച്ചയ്ക്ക് അവരുടെ അക്കൗണ്ടിനകത്തേക്ക് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടും ക മ എന്നൊരു അക്ഷരം മിണ്ടാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇവിടെ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒട്ടനവധി നേതാക്കന്മാർ അഴിമതിയുടെ ചെറിയ തരിമ്പിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരുണ്ട് എന്ന് കൂടി മഹാദേവ്, ഇത് ഒരു അഴിമതി കേസാണ് എന്ന അഭിപ്രായം BJPക്ക് ഉണ്ടോ? അങ്ങനെ അഴിമതി കേസാണെങ്കിൽ അഴിമതി കേസ് അന്വേഷിക്കേണ്ടത് അഴിമതി കേസാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തന്നെയാണ്, ആദായ നികുതി വകുപ്പിന്റെ അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷെ അവർക്ക് അവരുടെ പവിയിൽ വരുന്ന കാര്യമല്ല അഴിമതി, അതുകൊണ്ട് അവർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല, ആ ഉത്തരവിൽ പറയുന്നു. പക്ഷേ പരാതിയിൽ മേൽ അന്വേഷണം നടത്തുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്. അവരെന്താണ് അന്വേഷിക്കുക? അജിം സാർ, ഒന്നാമത്തൊരു കാര്യം, അർദ്ധ ജുഡീഷ്യറി പദവിയുള്ള ബോർഡ് ഇവിടെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അതിനകത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഏതെങ്കിലും പ്രോമിനൻ്റ് വ്യക്തിയുടെ മകളായതുകൊണ്ട് മാത്രമല്ല, എക്സാലോജിക് എന്ന് പറയുന്ന ദുരൂഹതയുള്ള ഒരു കമ്പനി, ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് എക്സാലോജിക്കിൻ്റെ 1.72 ലക്ഷം കോടി രൂപ കൊടുത്തതല്ല പ്രശ്നം. ഇവിടെ നമുക്കറിയാലോ, നമ്മളുടെ ഈ CMRL സ്വാഭാവികമായിട്ട് 2016 ശേഷം 135 കോടി രൂപയാണ് ഇവിടെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ അടക്കമുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, CMRL എന്ന് പറയുന്ന കമ്പനി നഷ്ടത്തിലാണ്. ആ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ ചിലവ് എന്ന് പറയുന്നതിനെ കൂടുതൽ പെരുപ്പിച്ച് കാണിച്ച് കമ്പനി നഷ്ടത്തിലാകുന്നു. കമ്പനി നഷ്ടത്തിലാകുന്ന സാഹചര്യത്തെ ഇവിടുത്തെ സർക്കാരും KSIDC അടക്കമുള്ള ആളുകൾ കണ്ണടയ്ക്കുന്നു. നമുക്കറിയാലോ, ഈ കേരളം പോലൊരു സ്ഥലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാകുന്ന സാഹചര്യത്തിൽ ഈ CMRL എന്ന് പറയുന്ന കമ്പനിയുടെ ലാഭത്തിൻ്റെ കണക്കുമൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിനും മന്ത്രിക്കും കേന്ദ്ര വ്യവസായ വകുപ്പിനും ഒക്കെ അറിയാം. എന്നിട്ടും ഈ CMRL എന്ന് പറയുന്ന കമ്പനി നഷ്ടത്തിലാണ് കേരളത്തിൽ. ഈ നഷ്ടത്തിലാകുന്ന സാഹചര്യത്തിൽ 135 കോടി രൂപ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കും വീണ വിജയൻ അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് 1.72 കോടി രൂപ, ഈ 1.25 കോടി രൂപ വീണ വിജയന് എന്തിനാണ് നിങ്ങൾ കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന സമയത്ത് CMRLന് കൃത്യമായിട്ട് മറുപടിയില്ല. പണം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എന്തിനു കൊടുത്തു? സേവനത്തിന്. സേവനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ്? ഈ കമ്പനി തന്നെ പറയുന്നു, കമ്പനിയാണല്ലോ, കമ്പനിയുടെ CFO പറയുന്നു, കമ്പനിയുടെ ഹെഡായിട്ടുള്ള ശശിധരൻ കർത്ത പറയുന്നു. ഈ ശശിധരൻ കർത്ത പറയുന്നു സേവനം ലഭിച്ചിട്ടില്ല. ലഭിക്കാത്ത സേവനത്തിന് 1.25 കോടി രൂപ വീണ വിജയന് കിട്ടേണ്ട കാര്യം ഈ കേരളത്തിൽ എന്താണ്? അതല്ല ഈ ചോദ്യം, അതല്ല പ്രസക്തി. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, പിണറായി വിജയന്റെ മകളായതുകൊണ്ട് ഈ CMRL എന്ന കമ്പനി നഷ്ടത്തിലാണെന്നുള്ള കാര്യത്തെ ഈ സംസ്ഥാന സർക്കാരും KSIDCയും അംഗീകരിച്ചതിന്റെ കോഴയാണ് 1.72 കോടി. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇത് പറഞ്ഞതല്ലല്ലോ. നിങ്ങൾ ഈ നേരത്തെ ജുഡീഷ്യറി ബോർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് 3 കാര്യങ്ങളാണ്. CMRL ലാഭത്തിലോ നഷ്ടത്തിലോ ആവുന്നത് അവർ കള്ളക്കണക്ക് കാണിച്ചുകൊണ്ടാണെന്നാണ് പ്രിന്റുവിന്റെ വാദം. ഓക്കെ, ഈ കള്ളക്കണക്ക് കാണിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട പണി കേന്ദ്ര സർക്കാരിന്റെ ആണ്, അല്ലാണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആണോ? അല്ല സാർ, ഇത് കണ്ടെത്തിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ പറയട്ടെ, നമ്മൾ ഈ നേരത്തെ തന്നെ അജിം സാറ് പറഞ്ഞല്ലോ, CBIയോ EDയോ ഒന്നുമല്ല വന്നിട്ടുള്ളത്. ഇതിനെ ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ ഇവർക്കെതിരെ തന്നെ പറഞ്ഞല്ലോ, അംഗീകരിച്ച് കണ്ടെത്തിക്കൊണ്ട് ഒരു ഉത്തരവിടാനുള്ള അംഗീകാരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. തെളിവ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന തർക്ക പരിഹാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് എന്താണ് ടാക്സ് അടച്ചത് അത് സെറ്റിലാക്കുന്നത്. ആ സെറ്റിലാക്കുന്നതിൽ നടത്തിയ ഒരു പരാമർശം മാത്രമാണ് വീണ വിജയന്റേത്. എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ പറയുന്നത് പോലെ അവർക്ക് എന്തോ ഫേവർ ചെയ്യാൻ വേണ്ടി പണം കൊടുത്തതാണെങ്കിൽ ഇത് അഴിമതിയാണെങ്കിൽ ഇത് കേസ് അന്വേഷിക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അല്ലല്ലോ. അല്ല സാർ, ഞാൻ പറയട്ടെ, ഒരു കാര്യത്തിനകത്ത് കോർപ്പറേറ്റ് മന്ത്രാലയം കൃത്യമായിട്ട് 4 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ. 4 സമയം പോണ്ടിച്ചേരിയിലെയും ചെന്നൈയിലെയും കർണാടകത്തിലെയും ROCയുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. 4 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, 4 മാസം നിങ്ങൾ കാത്തിരിക്കൂ. ഇത് ലോങ് ടൈം ഒന്നല്ലല്ലോ. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നെങ്കിൽ ഈ 4 മാസത്തെ ഒരു ടൈം പീരീഡ് വെക്കേണ്ട കാര്യമില്ലല്ലോ. അന്വേഷിച്ചത് ED അല്ലല്ലോ, വന്നത് CBI അല്ലല്ലോ, ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ ഏജൻസികളാണല്ലോ. 4 മാസത്തിനുള്ളിൽ നടക്കും പ്രിന്റു.
അല്ല സാർ നമ്മൾ അതിനെ എല്ലാ കാര്യങ്ങളെയും ഈ ഇലക്ഷൻ സെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ അഴിമതിയുടെ ഒരു തിരുട്ട് കുടുംബത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്തിനാ അനുവദിക്കുന്നത്? അത് അന്വേഷിക്കേണ്ടത് കോർപ്പറേറ്റ് മന്ത്രാലയമല്ലോ. അഴിമതിയാണെങ്കിൽ കോർപ്പറേറ്റ് മന്ത്രാലയം സാർ, ഇത് ഇൻകം കമ്പനി ആക്ട് പ്രകാരമുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട അന്വേഷണം പൂർത്തീകരിക്കേണ്ടത് കോർപ്പറേറ്റ് മന്ത്രാലയം തന്നെയാണ്. ആ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പൂർത്തീകരിക്കട്ടെ, അതിനുശേഷമല്ലേ ബാക്കിയുള്ള ആളുകൾ വരേണ്ടത്. സാർ, എല്ലാ കാര്യത്തിനും ഒരു അന്വേഷണത്തിന് ഒരു മുറയില്ല. ആ മുറയ്ക്കല്ലേ കാര്യങ്ങൾ നടക്കേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ ED യും CBI യും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയം കാണിച്ചുകൊണ്ട് കേരളത്തിലെ CPM പേടിപ്പിക്കാൻ വേണ്ടി ഇലക്ഷൻ സെന്റാണെന്നല്ല നിങ്ങൾ പറയാ. ഞാൻ പറയട്ടെ, അതത് മേഖലയിൽ നടക്കുന്ന അഴിമതികൾ അതത് മന്ത്രാലയങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനാ രാഷ്ട്രീയപരമായിട്ട് വീണ വിജയനെ ഇവരെ CPM ഇപ്പോ പിന്തുണ കൊടുക്കേണ്ടത്? രണ്ട് വ്യക്തികളല്ലേ ഇവർ? അങ്ങനെയാണല്ലോ പത്രപ്രസ്താവന ഇറക്കിയത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ എന്തിനാണ് വീണ വിജയന് രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ ഇവർ കൊടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, വീണ വിജയന്റെ പേരുള്ള ആദ്യമായിട്ടൊന്നല്ല കേൾക്കുന്നത്. ബാംഗ്ലൂർ അഴിമതി നടക്കുന്ന സമയത്ത് നമ്മൾ കേട്ടു. തുടങ്ങിയ ഒരു കാരണമുണ്ട്. അതായത് CMRൽ വീണ വിജയന് പണം കൊടുക്കണമെങ്കിൽ എന്തോ ഒരു ഫേവർ കിട്ടണം. എന്ത് ഫേവറാണ് പറഞ്ഞത്? അതായത് കള്ളക്കണക്ക് കാണിച്ചത് നഷ്ടത്തിൽ കാണിക്കുന്നു കമ്പനി. അത് മറച്ചു വയ്ക്കാൻ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ അത് മറച്ചു വയ്ക്കുന്നത്? ഒന്ന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഒരു നിമിഷം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലല്ല, കേന്ദ്രത്തിന്റെ കയ്യിലാണ്. ഈ അന്വേഷണം ഇവർ കണക്ക് കാണിക്കുന്നതും ഇവർ നിയന്ത്രിക്കുന്നതുമല്ല കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മന്ത്രാലയങ്ങളാണ്. അതെ സാർ. അല്ല, അതുകൊണ്ടാണല്ലോ കേന്ദ്ര മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേരള വിജിലൻസ് അല്ലല്ലോ അന്വേഷിച്ചിട്ടുള്ളത്. അന്വേഷണ കമ്മീഷൻ ആരാ? അതുമായി ബന്ധപ്പെട്ട ബോർഡും അതോറിറ്റിയും. അല്ല, CMR ഇതിവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് സാർ. ഇത് ഞാൻ പറയുന്നത് കേൾക്കൂ, കള്ളപ്പണം വെളുപ്പിക്കലാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. കമ്പനിയെ നഷ്ടത്തിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായി പണത്തിന്റെ കണക്കുകൾ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കമ്പനി ബോധ്യപ്പെടുത്തുമ്പോൾ ഇന്ന ആളുകൾക്ക് വീതം നമ്മൾ പണം കൊടുത്തു, ഇന്ന ആളുകൾ ഇത്ര കൊടുത്തു. 135 കോടി രൂപയാണ് ഈ പറയുന്ന 2016 ശേഷം ഇവിടുത്തെ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ വീണ വിജയൻ അടക്കം കൊടുത്തിട്ടുള്ളത്. അതിന്റെ കണക്കുകൾ വരട്ടെ. സംവിധാനമുണ്ടല്ലോ. ഏത് പാർട്ടിയാണ് പണം വാങ്ങാത്തത്? BMS ഉം BJP യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ രേഖകൾ BJP ആരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചുള്ള കണക്കുകൾ കൃത്യമായിട്ട് പൊതുസമൂഹത്തിനോട് സമർപ്പിക്കുന്ന ആളുകളാണ് സാർ. ഞങ്ങൾ ഏതെങ്കിലും ഡയറിയിൽ RC എന്നോ ഏതെങ്കിലും ഡയറിയിൽ KK എന്നോ നിങ്ങൾ കണ്ടോ? പിന്നെ ഞാൻ കേട്ടെ, കർത്തയുടെ ഡയറി നിങ്ങൾ കണ്ടില്ലേ? കർത്തയുടെ ഡയറി കണ്ട ഏതെങ്കിലും ഒരു BJP നേതാവിന്റെ പേര് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ലല്ലോ. ഞങ്ങൾ പറയട്ടെ, KK നിങ്ങൾ കണ്ടില്ലേ? RC നിങ്ങൾ കണ്ടില്ലേ? PV നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ IK നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കാരണം എന്താണ്? ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്ന, തീരദേശത്ത് സമ്പത്ത് കൊള്ളയടിക്കുന്ന, ഈ കേരളത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഈ പറയുന്ന ചിന്തിച്ചുകൂടെ? ഒറ്റ നിമിഷം. അതായത് 10-12 വർഷമായിട്ട് കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ വേണം എന്ന് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു കമ്പനി, അത് അനുമതി നൽകേണ്ട BJP ഭരിക്കുമ്പോൾ BJPക്ക് മാത്രം പണം കൊടുത്തില്ല, ബാക്കി എല്ലാവരുടെയും പേര് ഇങ്ങനെ ചുരുക്കപ്പേരായിട്ട് എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ തൊണ്ണതൊറാതെ വിഴുങ്ങണോ? അങ്ങനെയല്ലല്ലോ സാർ. ഞാൻ പറയും, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഈ പറയുന്ന പലതരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് പണമൊക്കെ സ്വീകരിക്കാറുണ്ട് സാർ. ഞാൻ പറഞ്ഞ ഈ കർത്തയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ വിവാദം, ഈ കർത്തയുടെ വിവാദത്തിൽ ഏതെങ്കിലും ഒരു BJP നേതാവിന്റെ പേര് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കേട്ടല്ലോ. രമേശ് ചെന്നിത്തല സമ്മതിച്ചില്ല സാർ, കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചില്ല സാർ, ഇബ്രാഹിം കുട്ടി സമ്മതിച്ചില്ല സാർ. ഞാൻ പറയുന്നത് ഈ കേരളത്തിന്റെ പൊതുചൂഷണത്തിന് വേണ്ടി ഇടത് വലത് മുന്നണികൾ അല്ല, അതുകൊണ്ട് കിട്ടുമ്പോൾ രമേശ് ചെന്നിത്തല പണം വാങ്ങിയെന്ന് സമ്മതിച്ചു. അതിൽ BJPക്കാരുടെ പേരില്ല. അതെന്തുകൊണ്ടാണ്? അതെ, അല്ല, BJPക്കാർ മേടിക്കാത്തത് കൊണ്ടാണ് സാർ. BJPക്കാർ മേടിക്കാത്തതുകൊണ്ടാണ് സാർ. ഈ കേരളത്തിന്റെ കേന്ദ്ര സർക്കാരിന് ഒരു ഫേവർ ആവശ്യമില്ല, അതുകൊണ്ട് പണം കൊടുത്തില്ല. അങ്ങനെയല്ലല്ലോ സാർ. കേരളത്തിന്റെ ഈ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയം നമുക്കറിയാലോ. പെരിയാറിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നടത്തുന്ന ആളുകൾ ആരാ? അപ്പൊ ഇവർക്ക് വേണ്ടി കഴിഞ്ഞത് 2009 ഒരു നിയമ ചട്ടമുണ്ട്. ആ ചട്ടത്തിൽ 12 നിയമങ്ങളാണ് പാലിക്കേണ്ടത്. അതിനെ 6 ചുരുക്കിക്കൊണ്ട് ഈ CMRന് വേണ്ടി ആദ്യമായിട്ട് ഫേവർ ചെയ്തത് UDF സർക്കാരാണ്. അതിന് ചേർക്കും നോക്കൂ, ആ കമ്പനി നിയമങ്ങൾ ഒരിക്കലും ബാധകരില്ല. അതേ നോക്കൂ, കേരളത്തിന്റെ KMCRL ഇത് ബാധകമാണ്.
അപ്പം നമുക്ക് പെരിയാറിന്റെ മലിനീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. കേരളത്തിലെ തീരദേശ മേഖലയെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന ഈ കമ്പനികൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. അപ്പോൾ സ്വാഭാവികം RC കിട്ടുമ്പോൾ കിട്ടേണ്ടത് വീണയ്ക്ക് കിട്ടിയാൽ കുഴപ്പമില്ലെന്ന നിലപാടാണ് പറയുന്നത്. മുപ്പത്തടത്തെയും ഏലൂരിലെയും BJP പ്രവർത്തകർ കേൾക്കരുത്. അവരാണ് ഈ കമ്പനിക്ക് സപ്പോർട്ട്. അവിടെ BMSകാരാണ്. അല്ല സാർ, ഞാനൊരു കമ്പനിയിലെ തൊഴിലാളികളെയും ഈ രാഷ്ട്രീയക്കാരെയും തമ്മിൽ നിങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയില്ലേ? ഞാൻ പറഞ്ഞ തൊഴിലാളികൾ, ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ കമ്പനിക്ക് അനധികൃതമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ തന്നാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാമെന്ന് ധാർഷ്ട്യം പറയുന്ന RCയും KKയും IKയും വീണ വിജയനെ നിങ്ങൾ BMSന്റെ സാധാരണ തൊഴിലാളികളോട് നിങ്ങൾ ഉപമിക്കരുത് സാർ. അതിലെന്ത് ഔചിത്യമാണുള്ളത്? അവിടെ സാധാരണ തൊഴിലാളികൾക്ക് തൊഴിൽ വേണം. അതുമായി ഏതെങ്കിലും സാധാരണ BMSന്റെ ട്രേഡ് യൂണിയൻ നേതാവിന് 1 കോടി രൂപ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. തൊഴിലാളിക്ക് തൊഴിൽ വേണം സാറേ. നമ്മൾ ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ CPM-കാരൻ ഞങ്ങൾ കോർപ്പറേറ്റ് ഒന്നും ഇതിലല്ല. വ്യവസായം വേണം. ഈ സ്വകാര്യ മേഖലയിലെ കഴിഞ്ഞ 20 വർഷമായുള്ള ആവശ്യം അവർ അതിനുവേണ്ടി പ്രത്യേകമായി ക്യാമ്പയിൻ ചെയ്യുന്നു. ആ ക്യാമ്പയിൻ ചെയ്യുന്ന എന്താണ്? സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം വേണമെന്നാണ്. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിക്കാനുള്ള തീരുമാനമെടുക്കുക കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ 20 വർഷമായി അതിനുവേണ്ടി ക്യാമ്പയിൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി BJPക്ക് 1 രൂപ പോലും കൊടുത്തിട്ടില്ല, ഒരു നേതാവിനും പണം കൊടുത്തിട്ടില്ല, അത് എഴുതിയും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാനാവുക? സാർ ഞാൻ ചോദിക്കട്ടെ, BJPക്ക് ഏതെങ്കിലും രീതിയിൽ പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് എത്ര കോടി രൂപ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ പറയുന്ന പ്രസ്ഥാനമാണ് സാർ. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആരുടെയും കയ്യിൽ നിന്ന് പണം മേടിക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങൾ. അതുകൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പണം മേടിച്ച പ്രസ്ഥാനമാണ് BJP എന്ന് പറയാനുള്ള കാരണം എന്താ? പബ്ലിക്കിന് മുമ്പിൽ ആരുടെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചു ഏറ്റവും കൂടുതൽ അത് ഭാരതത്തിന്റെ നിയമം അനുസരിക്കുന്ന രീതിയിലാണ് BJP-ക്കാർ. അല്ലാതെ ഒരു പ്രസ്ഥാനത്തിനൊന്നും പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് പറയാലോ, നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് പറയാലോ, നിങ്ങൾക്ക് ഇതുപോലെ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഇതുപോലെയുള്ള വ്യക്തികളിൽ നിന്ന് പണം സ്വീകരിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? പക്ഷേ ഞങ്ങൾ പറയുന്നത് വ്യക്തിപരമായിട്ട് ഇവിടെ നിന്ന് പണം മേടിക്കുന്നു. ആ പണം കിട്ടുന്നത് സംഭാവന സ്വീകരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് BJP-ആണ്. പക്ഷെ അതിലൊരു രസകരമായ ട്വിസ്റ്റ് ഉണ്ട്. ഈ BJP ഏറ്റവും കൂടുതൽ സംഭാവന സ്വീകരിക്കുന്ന മേഘ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയിൽ കഴിഞ്ഞ വർഷം EDയുടെ റെയ്ഡോട് റെയ്ഡായിരുന്നു. അതിനുശേഷമാണ് അവർ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത കമ്പനി അതാണ്. അല്ല, നിങ്ങൾ അങ്ങനെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നമ്മൾ നിന്നതുകൊണ്ടോ അങ്ങനെ ED എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പണം തരാത്തവരുടെ പിറകിൽ പോവുകയാണെന്നുള്ളതൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ EDയെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ പറയാറുണ്ട് കേരളത്തിൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ED റെയ്ഡ് നടന്ന ഈ തെലങ്കാനയിലെ ഏറ്റവും കൂടുതൽ ED റെയ്ഡ് നടന്ന കമ്പനികളിലൊന്നാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തിട്ടുള്ളത്. ഇത് കൂട്ടി വായിക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. അല്ല അങ്ങനെ അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം കിട്ടാത്തതിന്റെ പേരിൽ ED വന്നത് ആണോ? സ്വർണ്ണക്കടത്തിൽ വന്നത് ED വന്നത് ശിവശങ്കരന്റെ കയ്യിൽ നിന്ന് പിണറായി വിജയന്റെ കയ്യിൽ നിന്നും അവർ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോവല്ലേ. ഞാൻ പറയട്ടെ, ED ഇടപെടേണ്ട മേഖലകളുണ്ട്. ED കേരളത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിൽ ED ഇടപെട്ടതിനൊക്കെ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഇടപെട്ടതിനൊക്കെ കാര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇല്ല, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ സ്വർണ്ണക്കടത്ത് എവിടെ എത്തി. സ്വർണ്ണക്കടത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സാർ കേരളത്തിൽ. ഇന്നും സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾ സ്വർണ്ണക്കടത്ത് മേടിച്ച് പിണറായി വിജയനെ പേടിപ്പിച്ചെന്ന്. ഞാൻ ചോദിക്കുന്നത്, സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം നടന്നുകൊണ്ടല്ലേ ഇന്ന് പിണറായി വിജയന്റെ ബുദ്ധി രാക്ഷസനായിരുന്ന പിണറായിക്ക് എല്ലാവിധ ബുദ്ധിയും പറഞ്ഞിരുന്ന ശിവശങ്കരൻ ഇന്ന് എവിടെയാ? ഞാൻ പറഞ്ഞ കഴിഞ്ഞ 1ാം സർക്കാരിൽ ബുദ്ധി രാക്ഷസനായിരുന്നല്ലോ ശിവശങ്കരൻ. ഈ ശിവശങ്കരനായിരുന്നല്ലോ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചിരുന്നത്. ആ മുഖ്യമന്ത്രി നിയന്ത്രിച്ചിരുന്ന ഈ ശിവശങ്കരനെ ജയിലിൽ അടയ്ക്കാനുള്ള സാഹചര്യം എന്താ? ED വന്നതുകൊണ്ടല്ലേ. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഈ കേരളത്തിൽ ജനങ്ങൾ അറിഞ്ഞത്, പബ്ലിക് അറിഞ്ഞത് എങ്ങനെയാ? ED വന്നതുകൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ED അങ്ങനെ മോശമായിട്ട് പറയണ്ട. ED കേരളത്തിലെ ഈ പറയുന്ന 44 പ്രതികളിൽ നിന്ന് 66.8 കോടി രൂപയാണ് പിഴയിട്ടിട്ടുള്ളത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ എല്ലാ സമയത്തും നിങ്ങൾക്ക് ഒരു ആരോപണമുണ്ട് ഞങ്ങൾ EDയെ കാണിച്ച് പേടിപ്പിക്കാന്ന്. അല്ല സാർ, ED വന്നിട്ടുണ്ട്. ED വന്ന കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കരിവന്നൂരിലും ഉണ്ടായിട്ടുണ്ട് സാർ. നിങ്ങൾ പറഞ്ഞ കരിവന്നൂർ ബാങ്ക് എന്തായെന്ന്. കരിവന്നൂർ ബാങ്കിലെ 30 അഡ്വക്കേറ്റ് ബൽദേവ് ഇവിടെ പ്രിന്റ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒരു അഴിമതിയുടെ സൂചനയാണ്. ഇത് നടത്തിയിട്ടുള്ള 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അതുകൊണ്ട് പ്രാഥമികമായി അവർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുന്നു. അതിൽ കൂടുതൽ തെളിവ് കിട്ടുമ്പോൾ ഇനി അഴിമതി വിരുദ്ധ ഏജൻസികൾ വരും. അത് ഒറ്റയടിക്ക് ഒരു 3-4 മാസം കൊണ്ട് തീരുന്ന ഒരു അന്വേഷണമല്ല, ഒരു ലോങ് സ്റ്റാൻഡിംഗ് അന്വേഷണമാണ് വരാൻ പോകുന്നത്. അതിനകത്ത് പുല്ലു മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, 2023 ആഗസ്റ്റിലാണ് ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡർ വരുന്നത്. ആ ഓർഡറിന് ശേഷം
രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില വയലേഷൻസ് കണ്ടെത്തിയത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വീണ്ടും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു എൻക്വയറി കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട് 3-4 മാസം ഇത് ആദ്യത്തെ അന്വേഷണമല്ല. ബാംഗ്ലൂരിലുള്ള രജിസ്ട്രാർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കുറെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 206 ഫോർ എൻക്വയറി വീണ്ടും കണ്ടക്ട് ചെയ്ത് ഇതിനകത്ത് കമ്പനി ആക്ട് അനുസരിച്ച് എന്തെങ്കിലും വയലേഷൻ നടന്നിട്ടുണ്ടോ, അതിനകത്ത് CMRലിനെയും എക്സാലോജിക്കിനെയും KSIDCയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ക്രമക്കേടിലേക്ക് അവർക്ക് അന്വേഷിച്ചുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് നിയമപരമായി യാതൊരു സാധ്യതയുമില്ല. കാര്യം അതിലേക്ക് ഞാൻ വീണ്ടും വിശദീകരിക്കാൻ പോകുന്നില്ല. അതിന്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കമ്പനി ആക്ടിന്റെ വയലേഷൻസ് നടന്നിട്ടുണ്ടോ? ആ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി മരവിപ്പിക്കുകയോ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലാതെ രണ്ട് പേര് തമ്മിലുള്ള എഗ്രിമെന്റ് പേരിൽ പണം വാങ്ങിച്ചു എന്നുള്ള പേരിൽ കമ്പനി ആക്ട് അനുസരിച്ച് നടത്തുന്ന എൻക്വയറിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. സാമ്പത്തിക തിരിമറിവ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് സെക്ഷനാണോ അന്വേഷിക്കേണ്ടത് അവർക്ക് അത് അന്വേഷിക്കാം. പിന്നെ അദ്ദേഹം EDയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് അതിലേക്ക് പോകുന്നില്ല. എങ്കിൽ ഒരു 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ച് പോകാം. ED കേരളത്തിൽ അന്വേഷിക്കുന്നു. ആദ്യം അന്വേഷിച്ച് നമുക്കറിയാം ബിലീവേഴ്സ് ചർച്ച് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം റെയ്ഡ് ചെയ്തു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു. മുസ്ലിം ലീഗിന്റെ ഒരു MLAയുടെ തലങ്ങും വിലങ്ങും അദ്ദേഹത്തിന്റെ വീടും ഞാൻ അതിന് സാമ്പത്തിക അഴിമതി നടന്നിട്ട് അന്വേഷിക്കണം. അത് ബിലീവേഴ്സ് ചർച്ച ആയാലും മുസ്ലിം ലീഗ് ആയാലും CPM ആയാലും എല്ലാം അന്വേഷിക്കണം. ഇതൊക്കെ അന്വേഷിച്ചവര് ഇവിടെ ഹൈന്ദവ സ്ഥാപനങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ പേരെടുത്ത് പറയാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. കോടാനുകോടി രൂപ അനധികൃതമായിട്ട് വന്നു കയറി അടുത്ത സമയത്ത് 10-20,000 കോടി രൂപയ്ക്ക് ഇല്ല. ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ ഹൈന്ദവ സ്ഥാപനങ്ങൾ ഞാൻ പറയട്ടെ പ്രിന്റ് ഞാനത് പറഞ്ഞോട്ടെ. ഈ ഹൈന്ദവ സ്ഥാപനങ്ങൾ കോടികൾ വന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് പറഞ്ഞുകൂടെ? ഹൈന്ദവ സ്ഥാപനമുണ്ട്. സമുദായത്തിന്റെ പേരിൽ ഒരു സ്ഥാപനത്തെ പറയണോ? ആ സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞുകൂടെ? ഹിന്ദുക്കളുടെ സ്ഥാപനമാണ്. എന്തുകൊണ്ട് ഈട് റെഡി ചെയ്ത് ക്രിസ്ത്യൻ മുസ്ലിം സ്ഥാപനങ്ങൾ റെഡി ചെയ്യുന്നത്? ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ഞാൻ പറയാം. ഞാൻ പേര് ഇപ്പൊ തന്നെ ഡൽഹി വേണ്ട, ഫൈസാബാദിൽ ഒരു ആശുപത്രി ഏഷ്യയിലെ ഏറ്റവും വലിയ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ സാമ്പത്തിക സോഴ്സ് നിങ്ങൾ അന്വേഷിച്ചു? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ സാമ്പത്തിക സോഴ്സ് അന്വേഷിച്ചു. അവർ തന്നെ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ 1,000 കോടി ഇതിന്റെ സാമ്പത്തിക സോഴ്സ് എവിടെയാണ്. ഇതുപോലെ പല ഒരെണ്ണം ഞാൻ ഉദാഹരണം പറയും. ഇതുപോലെ പല സോഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതി പറഞ്ഞല്ലേ ഒരു സന്യാസിയുടെ പരസ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് എല്ലാ പത്രത്തിലും പരസ്യം ഒത്തിരി മരുന്ന് കച്ചവടം ചെയ്യുന്നു. ഇത് ഒരു മാസത്തിന് കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ ഓർഡർ വന്നു. 17-ാം തീയതി സുപ്രീം കോടതി ഓർഡർ വന്നു. മേലാൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളും പറ്റിക്കുന്നേ പാടില്ല. ഇതെന്താ റെഡി ചെയ്യാത്തത്? അപ്പൊ ED ഇതിനകത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളും വർഗീയ താല്പര്യങ്ങളും വെച്ചുകൊള്ളു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട നമ്മുടെ പരിശോധന മോന്തച്ചേട്ടൻ അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ആളായിരുന്നു. അദ്ദേഹവും നിങ്ങളുടെ CK പത്മനാഭൻ ജീവിച്ചിരിപ്പട്ടെ. ഇവർ രണ്ടുപേരും പറഞ്ഞൊരു വാചകമുണ്ട്. കഴിഞ്ഞ 2019 ഇലക്ഷന് തൊട്ട് മുമ്പ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. മൂന്നച്ചേട്ടൻ പറഞ്ഞ വാചകമാണ്. അദ്ദേഹം മരിച്ചുപോയി. എന്തിനാ പറഞ്ഞെന്നറിയാവോ? കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്നതിനും മെഡിക്കൽ കോളേജിന് ലൈസൻസ് പുതുക്കി നൽകുന്നതിനും പെട്രോൾ പമ്പ് വാങ്ങുന്നതിനും പ്രിന്റു BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അന്നുണ്ടായിരുന്നെങ്കിൽ അറിയാം. സംസ്ഥാന കമ്മിറ്റിയിൽ വഴക്ക് നടക്കുകയും അത് പത്രങ്ങളിൽ വരികയും ആ പത്രക്കടയിലുണ്ട്. അതിന് മറുപടിയായിട്ട് മുകുന്ദൻ ചേട്ടനും മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന CK പത്മനാഭൻ പറഞ്ഞാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. അപ്പൊ ഞങ്ങൾ ആര് കാശ് വാങ്ങിച്ചാൽ ഞങ്ങൾ വ്യക്തമായി കണക്ക് കാണിക്കും എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഈ മെഡിക്കൽ കോളേജുകാരുടെ കയ്യിൽ നിന്നും പെട്രോൾ പമ്പുകാരുടെ ഇപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുന്ന 700 പമ്പ് കേരളത്തിൽ കൊടുക്കാൻ, അത് ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷെ അതിന്റെ നടപടികളായിട്ടില്ല. 700 പമ്പ് കേരളത്തിൽ പല സ്ഥാപനങ്ങളായിട്ട് കൊടുക്കട്ടെ, അതിനകത്ത് കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ വാങ്ങിക്കുന്നതിനെല്ലാം കൃത്യമായ കണക്ക് കാണിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിന്റു പറയുന്നത്. ഇത് മുകുന്ദച്ചേട്ടന്റെ വാചകമാണ്, എന്റെ വാചകമല്ല. CK പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ട്. അവര് പറഞ്ഞാണ് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കേണ്ടത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വഴക്കുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ കാര്യമുണ്ട്. അജിംസറിന് വളരെ വ്യക്തമായ ഒരു കാര്യം അജിംസിന്റെ മറുപടിയിൽ പറഞ്ഞു. എന്താണ്? മൈനിങ്ങും റിഫൈനിങ് എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്. അതിലുപരി ഈ മൈനിങ്ങിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അജിംസ്, ഇതെല്ലാം കടൽ തീരമാണ്. ഈ കടൽ തീരത്തിന്റെ പരിപൂർണ അധികാരി എന്ന് പറയുന്നത് കേന്ദ്രമാണ്. സംസ്ഥാന ഗവൺമെന്റ് കടൽ തീരത്ത് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് പോലും അവിടെ പുതിയ വീട് വെക്കാനോ, അതിന് കടലല്ല കായൽ തീരത്തും പറ്റില്ല 50 മീറ്റർ വരെ. അതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊണ്ട് നിയമം ഉണ്ടെങ്കിൽ പോലും കടലിനെ സംബന്ധിച്ച് പരിപൂർണമായ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ആ കടൽ തീരത്തിന്റെ കാര്യങ്ങൾ മൈനിങ് ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും ഒരു ഷിപ്പ് യാർഡോ ബോട്ട് യാർഡോ എന്ത് പണിയണമെന്നുണ്ടെങ്കിലും വനം പോലെയാണ്.
കടൽ തീരവും വനവും ഒന്നുവരെയാണ് കേന്ദ്രത്തിന്റെ അധികാരവും അനുമതിയും ഇല്ലാതെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രിന്റുവിന് അറിയാവുന്ന കാര്യമായിരിക്കും ബ്ലൂ ഇക്കോണമി കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളെല്ലാം എതിരാണ്. കാര്യം കേരളത്തിലെ മത്സ്യബന്ധന വ്യവസായം പാടെ കടന്നുപോകും. സ്വകാര്യ വ്യക്തികൾക്ക് ഈ നമ്മുടെ കടൽ തീരം മൊത്തം സ്വകാര്യ വ്യക്തികൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോർട്ട് പണിയാനും ഇഷ്ടമുള്ളത് ഷിപ്പ്യാർഡ് പണിയാനും കടലിന്റെ എത്ര കിലോമീറ്റർ വേണം. ഇപ്പൊ തന്നെ അറിയാലോ, നമ്മുടെ പോകുന്ന എന്റെ സ്ഥലം നീണ്ടകര അടുത്താണ്. അവിടെ പോകുന്നവരെ എണ്ണക്കടമായിട്ട് തിരിച്ചു വരികയാണ്. കാര്യം എന്താ? കടലിൽ ഇപ്പൊ മത്സ്യസമ്പത്തില്ല. ഉള്ളിൽ കിടക്കുന്ന കപ്പലുകൾ 2-3 മാസം ക്യാമ്പ് ചെയ്ത് നമ്മുടെ മത്സ്യസമ്പത്തുകൾ വിദേശ കപ്പലുകൾ കൊണ്ടുപോകുന്നു. അതുപോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിനെ സംബന്ധിച്ച് പരിപൂർണ അധികാരം കേന്ദ്ര ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റ് യാതൊരു അധികാരവുമില്ല. അപ്പൊ കടൽ തീരത്ത് പിന്നെ ഇപ്പോൾ CMRൽ മൈനിങ് നടത്തും. എങ്ങനെ മൈനിങ് നടത്തുന്നത്? അവർക്ക് സ്വന്തമായിട്ട് മണ്ണ് വാരുന്ന അധികാരമില്ല. നമ്മുടെ നീണ്ടകര മുതൽ കായംകുളം മുതൽ നീണ്ടകര 22 കിലോമീറ്ററുള്ള തീരത്ത് മണ്ണടിയുന്നത് പ്രധാനമായിട്ട് സീവാഷാണ്. കടൽ തീരത്ത് വന്ന് കടൽ തിരമാലകൾ അടിക്കുന്ന മണ്ണാണ് ഈ വാരിക്കൊണ്ട് പോകുന്നത്. ഈ കറുത്ത മണ്ണും മോണോസൈറ്റ്, ഇൽബനൈറ്റ്, റുട്ടൈല് ഇതെല്ലാം മാറ്റി സിന്തറ്റിക് റുട്ടൈലും സ്പോഞ്ചും ഒക്കെ ആയിട്ട് കയറ്റി വയ്ക്കും. പക്ഷെ തമിഴ്നാട്ടിൽ പ്രിന്റും അജിംസും അറിയാൻ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് PV മിനറൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി ക്യൂ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ അജിംസെ? കൊല്ലം ഗ്രേഡ് 80 കറുത്ത മണ്ണ് എടുത്താൽ 80%, 85% വരെ മോണോസൈറ്റ് ഇൽബനൈറ്റ് കിട്ടും. അത് കേരളത്തിന്റെ 22 കിലോമീറ്റർ തീരത്തുള്ള നീണ്ടകര മുതൽ കായംകുളം വരെ. അപ്പൊ ഈ PV മിനറൽസ് എങ്ങനെയാണ് ഇത്രയും നല്ല ക്യൂ ഗ്രേഡ് മിനറൽ കൊണ്ടുവരുന്നത്? എവിടുന്നാണ്? വലിയ അഴിമതിയുണ്ട് ഇപ്പോൾ തന്നെ. അപ്പൊ കേരളത്തിന്റെ കടൽ തീരത്ത് നിന്ന് ഈ മണ്ണുകൾ ചൂഷണം ചെയ്തുകൊണ്ട് പോയി ആ PV മിനറൽസ് കൊണ്ടുവന്ന് അന്തർദേശീയ തലത്തിൽ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അത്രയും നല്ലത് വേറെ ഒരു രാജ്യത്തുമില്ല. പക്ഷെ ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞ കാര്യം നമ്മൾ ടാക്സ് കുറച്ചതുകൊണ്ട് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ടൈറ്റാനിയം ഡയോക്സൈഡ് ഇറക്കുമതി ചെയ്യുന്നു. അതുകൊണ്ട് കമ്പനികളൊക്കെ എന്താ ചെയ്യുന്നത്? ഏഷ്യൻ പെയിന്റ് ഉൾപ്പെടെയുള്ള കമ്പനികളൊക്കെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ഇത് അതിനകത്ത് വാല്യൂ ആഡ് പ്രോഡക്റ്റ് ഉണ്ട്. പ്ലെയിനും റോക്കറ്റും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ ടൈറ്റാനിയം മെറ്റൽ. അതാണ് ടൈറ്റാനിയം സ്പോഞ്ച് എന്ന് പറയുന്നത്. വിലപിടിപ്പുള്ളതും എന്നാൽ ഭാരം കുറഞ്ഞതുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റലാണ്. അപ്പൊ ഈ എങ്ങനെയാണ് CMRൽ ഇപ്പോൾ തന്നെ ഖനനം ചെയ്യുന്നത്? ഇത്രയും 135 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് എന്റെ ബഹുമാനപ്പെട്ട വിജേഷ് അരവിന്ദ് പറഞ്ഞു ധാർമ്മികത വേണമെന്ന്. ഏറ്റവും കൂടുതൽ കാശ് ഞങ്ങളുടെ ആൾക്കാർ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത് ഞാനൊക്കെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ പേര് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട്, എല്ലാവരും വാങ്ങിച്ചു. അതിനൊന്നും ഞാൻ എതിര് പറയില്ല. കാര്യം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പാർട്ടിയുടെ ഓരോ പരിപാടികൾ വരുമ്പോൾ മുതലാളിമാരുടെ എഴുതുന്നോ കോർപ്പറേറ്ററുടെ എഴുതുമ്പോൾ സംഭാവന വായിക്കുക, അത് സ്വാഭാവികമാണ്. സംഭാവന വായിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ട് അത് BJP വായിക്കാതെ ഞാൻ പാർട്ടി വാങ്ങുന്നത് ഒരു സംഘടന മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനു വാങ്ങുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു സേവനം നൽകാതെ എന്തിനു വാങ്ങി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മുഖ്യമന്ത്രിയുടെ മകൾ, അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. മുഖ്യമന്ത്രിയുടെ മകള് അങ്ങനെ സംഭാവന വാങ്ങിയിട്ടില്ല, 1 രൂപയും സംഭാവന വാങ്ങിയിട്ടില്ല. അവര് പൈസ കൊടുത്തു. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ അഴിമതി നടന്നു എന്ന് ഏതെങ്കിലും ഏജൻസി കണ്ടെത്തിയിട്ടില്ല. അഴിമതി അന്വേഷിക്കുന്ന ഒരു ഏജൻസി ഇത് അന്വേഷിക്കുന്നില്ല. ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്ട്രാറ്റജി എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും. കാരണം എളുപ്പം ഈ അന്വേഷണം നടക്കാൻ ആണെങ്കിൽ ഇത് അഴിമതിയാണെന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിൻ്റെ കണ്ടെത്തലിൽ അല്ലെങ്കിൽ ആ സൂചനയിൽ നിന്ന് ഒരു ഏജൻസിക്ക് അത് ഏറ്റെടുക്കാമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നത് കമ്പനി ഇടപാടിൽ എന്തെങ്കിലും ക്രമക്കേട്, കമ്പനി ലോ പ്രകാരം എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടോ എന്നാണ്. ഓൾറെഡി ഡിസ്ഫങ്ക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന എക്സാലോജിക്ക്. ഇല്ലാതായ ഒരു കമ്പനിയെക്കുറിച്ചാണ് വീണ്ടും ഇത് അന്വേഷിക്കണമെന്ന് ഓർക്കണം. അപ്പോൾ കാളവിലംബം ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതാണോ നിങ്ങൾ ഇതിൽ ഒത്തുകളിയായി ആരോപിക്കുന്നത്? അജിംസ് ചോദിച്ച ചോദ്യത്തിന് മുമ്പ് അജിംസ് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം, ഒന്ന്, കേന്ദ്ര ഗവൺമെന്റാണ് മൈനിങ്ങിന് അനുമതി കൊടുക്കുന്നത്, അതിന് പിണറായി വിജയന്റെ മകൾക്ക് പൈസ കൊടുത്തിട്ട് എന്ത് കാര്യം എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് KMRലിന്റെ വണ്ടിയിൽ ലോഡ് കണക്കിന് കടൽ തീരത്തെ മണ്ണ് അടിച്ചു പോകുന്നുണ്ട്. അത് ഇടത്തോട്ട് പോയാൽ, കുറെ ദൂരം പോയി ഇടതു ഭാഗത്തേക്ക് പോയാൽ അത് മൈനിങ് കമ്പനിയിലേക്കും, വലതു ഭാഗത്തേക്ക് പോയാൽ അവരുടെ ഗോഡൌണിലേക്കുമാണ്. അത് പോയിരിക്കുന്നത് പ്രളയകാലത്ത് അടിഞ്ഞു ചേർന്ന മണ്ണ് എടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുത്ത അടിയന്തര ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും കടൽ തീരത്തെ അതെ ഒന്ന് അല്ല ഇപ്പം ഈ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. രണ്ടാമത്തെ ഒറ്റ കാര്യം കൂടി ഞാൻ അതുകൂടി പറയാം. രണ്ടാമത്തെ, കേന്ദ്ര ഗവൺമെന്റ് എന്ത് കാര്യമുണ്ട് എന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. 2004 ഈ ഉത്തരവ് ഈ കമ്പനിക്ക് കരിമണൽ വാരാൻ വേണ്ടി ഉത്തരവ് കിട്ടിയത്. എന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ തന്നെ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനി കോടതിയിൽ പോയി ഹൈക്കോടതി അനുകൂല ഉത്തരവ് കൊടുത്തപ്പോൾ
സർക്കാർ വീണ്ടും അവർക്കെതിരെ അപ്പീൽ പോയി. അത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ 2016 ഈ കമ്പനിക്ക് ഇത് കരിമണൽ ഖനനത്തിനുള്ള അനുമതി കൊടുത്തു. ആ സമയത്ത് 2016 കേന്ദ്ര ഗവൺമെന്റ് ആ വകുപ്പിൽ ഒരു ഭേദഗതി വരുത്തി. അതായത് 0.75 താഴെ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഖനനത്തിന് അനുമതി കൊടുത്തിരുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് 2016 നിയമത്തിൽ ഒരു തരത്തിലും എത്ര പെർസെന്റേജ് ആണെങ്കിലും ശരി ഈ ഖനനത്തിൽ പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. ആ ഉത്തരവ് അത് അവിടെ കിടന്നു. ആ ഉത്തരവ് 2019 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ഈ ഫയൽ ഒരു അന്നത്തെ പഴയ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് KMRL വീണ്ടും അനുമതിക്ക് അപേക്ഷ കൊടുത്തു. ആ അനുമതിക്ക് കൊടുത്ത സമയത്ത് അനുമതിക്ക് കൊടുത്ത സമയത്ത് ഇതേ കാര്യം ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് CMRL. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് അല്ലെ അജിൻസ്, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന പോയിന്റ് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ 2019 ഈ അപേക്ഷ പിണറായി വിജയൻ പരിഗണിച്ചു. പിണറായി വിജയൻ പരിഗണിച്ച് കേന്ദ്ര ഗവൺമെന്റ് 2019 ഇറക്കിയ ഭേദഗതിയെ മാറ്റിക്കൊണ്ട് ഇത് പരിഗണിച്ച സമയത്ത് സ്വകാര്യ മേഖലയിൽ ഖനനം കൊടുക്കാൻ പാടില്ല എന്ന സർക്കാരിന്റെ വിധിയെ നടപ്പിലാക്കാൻ വേണ്ടി 2019 റിമൈൻഡർ ആയിക്കൊണ്ട് കത്ത് വന്ന സമയത്തും മറ്റെല്ലാ സംസ്ഥാനങ്ങളും നേരത്തെ ബൽദേവ് പറഞ്ഞ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഖനനം നിർത്തിക്കൊണ്ട് ഓർഡർ ഇട്ട സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓർഡർ ഇടുന്നതിന് പകരം ഉന്നതതല യോഗമാണ് 2019 ചേർന്നത്. 2019 ഫെബ്രുവരിയിൽ വന്ന ഓർഡറിന് സെപ്റ്റംബറിൽ ഉന്നതതല യോഗം ചേർന്നു. വീണ്ടും അതിന്റെ നിയമ ഉപദേശത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ അത് സ്വകാര്യ മേഖലയ്ക്ക് ഒരു പഴുതു കൊടുക്കാനുള്ള സാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാഞ്ഞു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾക്ക് പൈസ കൊടുക്കുമ്പോൾ കിട്ടാവുന്ന ഒരു ചെറിയ മെച്ചം ഏതെങ്കിലും ഒരു പഴുതിൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചതിന് ശേഷവും എന്തെങ്കിലും ഒരു പഴുത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കിട്ടുമോ എന്ന അന്വേഷണമാണ് നടത്തിയത്. പിണറായി വിജയൻ അതിന് അനുകൂലമായിരുന്നു. ഇത് തന്നെയാണ് അതിന്റെ കാര്യം. അല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ വിവാദമുണ്ടായ ആ സമയത്ത് തന്നെ, അതായത് കഴിഞ്ഞ വർഷം ഈ മൈനിങ് ആക്ട് ഭേദഗതി വരുത്തിയിരുന്നു കേന്ദ്ര സർക്കാർ. അതിൽ പോലും ഒരു ഇളവും ഈ CMRL നൽകിയിട്ടില്ല. അങ്ങനെ ഒരു ഇളവ് നൽകണമെന്നൊരു ആവശ്യം പോലും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുമ്പിൽ വച്ചിട്ടുമില്ല. സംസ്ഥാന 2019 വന്ന ഒരു വിധിക്ക് അനുസരിച്ച് അതുവരെ 2016 ക്ലോസ് ചെയ്ത ചാപ്റ്റർ 2019 ശേഷമുള്ള വന്നതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി KMRL ശ്രമിച്ചത്. 2023 നടന്ന കാര്യമാണ് പറയുന്നത്. 2023 ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ മൈനിങ് ആക്ട് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. അവിടെ ഒരു തരത്തിലുള്ള പഴുതും CMRL കൊടുത്തിട്ടില്ല ആ നിയമത്തിൽ. ഭേദഗതി ചെയ്തു. കൊടുത്തിട്ടില്ല. അവിടെ വെച്ച് കേരള ഗവൺമെന്റ് ക്ലോസ് ചെയ്താൽ പോരെ? ഇത് നടക്കില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമുണ്ട്, ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ കമ്പനി വീണ്ടും ക്യാമ്പയിൻ നടത്താനും എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. അത് അന്വേഷിക്കാനുള്ള ഒരു വകുപ്പ് വെച്ചു കൊടുക്കുന്നത് കേരള ഗവൺമെന്റ് ആണ്. അത് തന്നെയാണ് ഈ പൈസയുടെ ഇടപാട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നിജേഷ്, ആ പറയുന്ന നിയമ ഭേദഗതിയുടെ സമയത്ത് NK പ്രേമചന്ദ്രൻ MP ആണ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചത്. ഈ ഭേദഗതിയിൽ ഒരു കാരണവശാലും ഈ പറയുന്ന പ്രതിരോധ പ്രാധാന്യമുള്ള മൂലകങ്ങൾ ഖനനം ചെയ്യുന്ന, അതായത് ഈ പറയുന്ന കരിമണൽ, അത് ഒരിക്കലും സ്വകാര്യ മേഖലയെ കൊടുക്കരുതെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാണ്. ആ കാര്യം തന്നെ കേന്ദ്രത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ് അന്ന് പറഞ്ഞതുമാണ്. അപ്പൊ ഇതിലെവിടെയാണ് ഈ കമ്പനിക്ക് അനുകൂലമായിട്ട് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുക? ഈ എന്തുകൊണ്ട് ആ നിയമം വന്ന ഉടനെ 2019 ഇങ്ങനെ ഒരു അപേക്ഷ KMRL കൊടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതിന് പകരം ഉന്നത അധികാര സമിതിയുടെ യോഗം ചേരേണ്ട കാര്യം എന്താണ്? അവിടെ തമിഴ്നാട് അനുമതി നിഷേധിച്ച സമയത്ത് ഒരു ചെറിയ പഴുത് അവിടെ ബാക്കി വെച്ചെന്തിനാണ്? അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉണ്ടാകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആലപ്പുഴയിലെ ഈ കരിമണൽ തീരത്ത് സ്വകാര്യ ഭൂമിയിൽ നിന്ന് കരിമണൽ കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതെ, കടലുമായി ബന്ധപ്പെട്ട സ്ഥലത്ത്. യെസ്. ശ്രീ പ്രിന്റു, ഇവിടെ CMRL എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എതിരാളികളുമില്ലാത്തൊരു കമ്പനിയാണ്. അവർക്ക് എതിരാളികൾ എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഇവർക്ക് കരിമണൽ ഖനനം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന മൂലകങ്ങൾ, ഈ റൂട്ടൈൽ എന്ന് പറയുന്ന മൂലകം സപ്ലൈ ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സപ്ലൈ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്ന ഒരു കമ്പനിക്ക് അവർക്ക് സ്വകാര്യ മേഖലയിൽ ഖനനം അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ അവർ സ്വകാര്യ മേഖലയിൽ ഖനനത്തിന് അനുമതി ഇല്ലാത്തതുകൊണ്ട് അവർ കള്ളക്കടത്ത് നടത്തുന്നു എന്നൊരു ആരോപണമുണ്ട്. ഇപ്പോൾ എന്താണ് പറയുക,
തമിഴ്നാട്ടിലെ ഈ വി വി മിനറൽസ് അക്കാര്യത്തിൽ കുപ്രസിദ്ധരാണ്. അതിൽ ഈ വൈകുണ്ഠരാജൻ എന്ന് പറയുന്ന വി വി മിനറൽസിൻ്റെ ഉടമയ്ക്കെതിരെ നിരവധി അറസ്റ്റുകളും നിരവധി നിയമ നടപടികളും ഉണ്ടായിട്ടുണ്ട് ഈ കരിമണൽ കള്ളക്കടത്തിൻ്റെ പേരിൽ. അപ്പോൾ ഈ പറയുന്ന കരിമണൽ തീരത്ത് നിന്ന് സ്വകാര്യ ഭൂമികളിൽ നിന്ന് കരിമണൽ ഖനനം ചെയ്യുന്നു ഇത്തരത്തിൽ ഈ വൈകുണ്ഠരാജനെ പോലുള്ളവർ, CMRനെ പോലുള്ളവർ എന്ന് ആ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അവിടെ സമരവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാഫിയ നെറ്റ്വർക്കാണ്. ഈ മാഫിയ നെറ്റ്വർക്ക് അവർ പണം നൽകുന്നത് എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കുമാണ്. ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതിൽ കാര്യമില്ല. ഞാൻ പറയും, രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നതും കൊടുക്കാത്തതിനപ്പുറത്തേക്ക് ഈ വീണ വിജയൻ എന്ന് പറയുന്ന ദുരൂഹ കഥാപാത്രം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ആദ്യമായിട്ട് ഈ 2014 ഈ കമ്പനി നഷ്ടത്തിലാകുന്നത്, പിന്നീട് 2016 ലാഭത്തിലാകുന്നു, പിന്നീട് 2021 ആകുമ്പോൾ കമ്പനി പൂട്ടുന്നു. നിങ്ങൾ നോക്കുക, GST അടയ്ക്കുന്നു, GST അടച്ച അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. പണം ഞാൻ പറയുന്നത് ഇത് 1.25 കോടി രൂപ ഒരു കൺസൾട്ടൻസി ഫീസായിട്ട് ഒരു കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്ന് ഈ ധാർഷ്ട്യം കാണിച്ച് വീണ വിജയൻ പണം കിട്ടിയിട്ടുണ്ടാകും? ഞാൻ പറയട്ടെ, അന്വേഷണ ഏജൻസി വരട്ടെ, 10 വർഷത്തെ അക്കൗണ്ട് പരിശോധിക്കട്ടെ. അങ്ങനെയാണല്ലോ അന്വേഷണ ഏജൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാമ്പത്തിക ക്രമക്കേടാണെങ്കിൽ 10 വർഷത്തെ അക്കൗണ്ട് പരിശോധിക്കും. ഇവർ വെപ്രാളപ്പെട്ടല്ലോ പണ്ട്. അതുകൊണ്ടല്ല പണ്ട് തോമസ് ഐസക്ക് ഹർജി കൊടുത്തത് ഹൈക്കോടതിയിൽ. എൻ്റെ 10 വർഷത്തെ അക്കൗണ്ട് പരിശോധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹർജി തള്ളിയ സാഹചര്യം ഉണ്ടായി. കരുവന്നൂർ ബാങ്കിലും അത് തന്നെ ഉണ്ടായത്. ആ കരുവന്നൂർ ബാങ്ക് തള്ളിയപ്പോഴാണ് ഇവരുടെ അക്കൗണ്ടും അടക്കം സ്ഥലമടക്കം ED കണ്ടുകിട്ടിയത്. ഞാൻ പറയും, എന്തിനാ അവർ ഭയക്കുന്നത്? 4 മാസം കഴിയട്ടെ സാർ. ഞാൻ പറയുന്നത് ഈ വീണ വിജയൻ ജയിലിനകത്തേക്ക് പോകും. അത് മാത്രമല്ല, ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട് രാജീവ് അടക്കമുള്ളവർ ഇതിന് ഉത്തരം പറയേണ്ടി വരും സാർ. ഇത് നോക്കൂ, നമ്മളുടെ പൊതുഖജനാവിൽ കിട്ടേണ്ട പണം 14% നഷ്ടപ്പെടുത്തിയത് പോട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീണ വിജയന് ഈ 1.25 കോടി രൂപ ഇവർ കൊടുക്കുന്നത് എന്തിനാ? ഇപ്പൊ വേണമെങ്കിൽ പറയാം, എന്താണ്, നമ്മുടെ C രവീന്ദ്രനാഥിന്റെ അനിയത്തിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആര്? നമ്മളുടെ കർത്ത, ശശിധരൻ കർത്ത. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൺസൾട്ടൻസി ഉണ്ടാക്കിയിട്ട് കൊടുക്കണ്ടല്ലോ. ഒരു പാർട്ടി ബന്ധുക്കൾ തമ്മിലുള്ള പണമിടപാടാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഇതാ ഞാനൊരു സ്നേഹ സമ്മാനം 1.25 കോടി രൂപ എന്ന് പറഞ്ഞ് കൊടുത്താൽ പോരെ? ഇവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ അനിയത്തിയാണ് ആര് കല്യാണം കഴിച്ചിട്ടുള്ളത്? ഈ ശശിധരൻ കർത്തകളിൽ. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ബന്ധം ഊട്ടിയുറപ്പിക്കാനാണെങ്കിൽ വീണ വിജയന് വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുത്താൽ പോരെ? ഇതല്ലല്ലോ. കമ്പനി ആക്ടിന് വിരുദ്ധമായിട്ട് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കുന്നു. ആ തട്ടിപ്പ് കമ്പനി ഇവിടത്തെ സ്വകാര്യ കമ്പനികളിൽ നിന്ന് പലതരത്തിലുള്ള സേവനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പണം മേടിക്കുന്നു. ഈ പണം മേടിക്കുന്ന പണ്ട് അസ്തമിരിക്കുന്നത് പോലെ. ഇത് വീണ വിജയൻ അഴിമതി പണമാണെങ്കിൽ എന്തിനാണ് ബാങ്ക് ട്രാൻസാക്ഷൻ കൊടുത്താൽ പോരെ? അല്ല സാർ, ഇത് 2 കാര്യങ്ങളുണ്ട് സാർ. ഇത് വീണ വിജയൻ മാത്രമല്ല ഈ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഇതിൽ വിടുന്നത്. ഈ പറയുന്ന ഈ കമ്പനി, നമ്മുടെ ഈ ദുരൂഹ കമ്പനി CMRL അടക്കമുള്ള കമ്പനിയുടെ ഇതാണല്ലോ. അതിനകത്തേക്ക് വന്നപ്പോഴാണല്ലോ വീണ വിജയൻ വന്നത്. CMRLന്റെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണല്ലോ ഈ അന്വേഷണം നടന്നിട്ടുള്ളത്. അതിൽ നിന്ന് അന്വേഷണം നടന്നപ്പോൾ ഒരു കണ്ണി മാത്രമാണ് ആര്? വീണ വിജയൻ. ഞാൻ പറയാം, വീണ വിജയൻ എന്തുകൊണ്ടാണ് ഈ 1.25 കോടി കിട്ടിയെന്ന കാര്യം അത് ഞാനൊരു സ്വാഭാവികമായിട്ട് സ്പ്രാങ്ലർ അഴിമതി നമ്മൾ കേട്ടല്ലോ. നമ്മൾ ആ വെബ്കോന്റെ ആപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടല്ലോ. അപ്പോഴൊക്കെ നമ്മൾ കേട്ട പേരെന്താ? ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട ദുരൂഹതകളാണ്. അന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മളെല്ലാവരും കേട്ട ഒരു പേരുണ്ട്, നമുക്കറിയാലോ, ജെയ്ക്ക് ബാലകുമാർ. ഈ ജെയ്ക്ക് ബാലകുമാറല്ലോ നമ്മളെ ഡാറ്റ ചോർത്തലുമായി ബന്ധപ്പെട്ട് അന്നും കേട്ട പേരാരാ? വീണ വിജയന്റെ പേരല്ലേ. പിന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ AI ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് അന്ന് കേട്ട പേരാ? അന്ന് മകളിൽ നിന്ന് മകനിലേക്ക് പോയി, മകളുടെ അമ്മായിയപ്പനിലേക്ക് പോകുന്നു. അപ്പൊ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ, ഒരു കുടുംബം, ഒരു തിരുട്ടു കുടുംബം ഈ കേരളത്തിൽ ഈ കൺസൾട്ടൻസി കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഈ ഭരണകൂടത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിനകത്തും ക്ലിഫ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ പണത്തെ അടിച്ചു മാറ്റുന്നു, അഴിമതി കാണിക്കുന്നു. ആ അഴിമതി കാണിക്കുന്നതാണ് സാർ പ്രശ്നം. അതാണ് ഈ ധാർമ്മികത എന്ന് പറയുന്നത്. നമ്മൾ പറയാം ധാർമ്മികത. ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ മക്കളൊന്നും അത്രമാത്രം ധാർമ്മികതയുള്ള ആളുകളൊന്നുമല്ല. നായനാരുടെ മകൻ കൃഷ്ണകുമാറിനെതിരെയും വ്യക്തിപരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെതിരെ PhD വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് വ്യക്തിപരമായ വിവാദങ്ങളായിരുന്നു. ഇന്ന് ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഒരു കുടുംബത്തിന് അടിമപ്പെടുന്ന സാഹചര്യമുണ്ട് സാർ. ആ സാഹചര്യമാണ് ഈ പ്രബുദ്ധ ജനത ചോദ്യം ചെയ്യുന്നത്. അത് പ്രബുദ്ധ കേരളത്തിലാണ് നടക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ ആരോപണങ്ങളൊക്കെ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. കാരണം ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, 2 വ്യക്തികൾ തമ്മിലുള്ള കരാറാണ് എങ്കിൽ ഇതിനൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റ് മറുപടി പറയാൻ നടക്കുന്നത് എന്തിനാണ്? പാർട്ടി സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയിലും
മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം ഒരുപക്ഷെ ഒരു അഴിമതി വരുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യണം. ജനാധിപത്യ മര്യാദയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരേക്ക് ഒരു ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്ത് പാർട്ടി തീരുമാനിച്ചില്ല. ഇതിനകത്ത് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. ഒരു കമ്പനിയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ നിയമപരമായി തന്നെ നേരിടും. അല്ലാതെ ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ നിയമപരമായി കോടതികളിൽ നേരിടുമെന്നാണ് പാർട്ടി. അല്ല, ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്നതിലാണ് പാർട്ടി ഇടപെടുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചത് ഇതിനെ നിയമപരമായി ഇടപെടും. പിന്നെ ശ്രീ നിജേഷ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഞാൻ ആ ചവറ KMML 20 വർഷത്തോളം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റിന്റെ ഭാരവാഹിയായിരുന്നു. ഇപ്പോഴല്ല, ഈ ഇതുമായിട്ടുള്ള പല ചർച്ചകളിലും ആൾ പാർട്ടി മീറ്റിംഗിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിക്കുന്ന മീറ്റിംഗിലും നേരത്തെ ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുടെ ഈ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ അന്ന് അദ്ദേഹം ആ ഒരു ചർച്ചയിൽ അന്ന് തന്നെ പറഞ്ഞത് 60 നാടുകൾക്ക് ഓയിൽ പോലെയാണ് കേരളത്തിന് കരിമണൽ എന്ന് പറഞ്ഞത്. ശരിയാണ്. ലക്ഷക്കണക്കിന് വർഷം, നൂറുകണക്കിന് വർഷം ഉപയോഗിക്കാനുള്ള ലക്ഷക്കണക്കിന് ടൺ ഈ മണൽ നമ്മുടെ ഈ കടൽത്തീരത്തുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പിന്നിൽ ചില ലോബികളുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്, PV മിനറൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് കേരളത്തിന്റെ കടൽ തീരത്ത് നിന്ന് ലക്ഷക്കണക്കിന് ടൺ മണല് എങ്ങനെയൊക്കെ അവിടെ എത്തുന്നുണ്ട്. ആ മണലാണ് ക്യൂ ഗ്രേഡായിട്ട് പുറത്തു വരുന്നത്. പിന്നെ അദ്ദേഹം CMRന്റെ കാര്യം പറഞ്ഞു. KMML മൈനിങ് ഒക്കെയുള്ള അംഗീകാരമുള്ളത്. കേരള ഗവൺമെന്റ് ഒരിക്കലും CMRൽ വന്ന കമ്പനിക്ക് അത് UDF ഗവൺമെന്റ് കൊടുത്തിട്ടില്ല, LDF ഗവൺമെന്റ് കൊടുത്തില്ല. UDF കൊടുത്തു ഞാൻ പറയുന്ന കാര്യം, അന്ന് ഞാൻ ഈ കമ്മിറ്റികളിൽ ഇരുന്നിട്ടുള്ള UDF വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഇരുന്നപ്പോഴും അന്നും കൊടുത്തിട്ടില്ല അനുമതി. അത് മാത്രമല്ല, കേന്ദ്രത്തിൽ ഇങ്ങനെ ഇത് ഒരു കോടതി വിധി വന്നപ്പോൾ ഇത് മൈനിങ് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കേരളത്തിൽ ആൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുകയും ഇടതുപക്ഷ ഗവൺമെന്റ് പ്രമേയം പാസ്സാക്കുകയും കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്ത് ഒരിക്കലും ഇത് സ്വകാര്യ വ്യക്തികൾ കൊടുക്കരുത്. അത് അജിംസ് പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ട് നടപടിയെടുത്താലാണ് NK പ്രേമേന്ദ്രൻ ഒരു കാരണവശാലും, കാര്യം അദ്ദേഹം ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, ഒരു കാരണവശാലും മിനറൽസ് ആൻഡ് മെറ്റൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ മൈനിങ് ഒരിക്കലും സ്വകാര്യ വ്യക്തികൾ കൊടുക്കരുത്. അതിന് ശക്തമായിട്ട് കേരള ഗവൺമെന്റ് തന്നെ അതിന് നിയമം പാസ്സാക്കി കേന്ദ്രത്തോട് കൊടുക്കുകയും കേന്ദ്രം ദോഷം പറയരുത്, കേന്ദ്രം അത് അംഗീകരിക്കുകയും ചെയ്തു. ഒരിക്കലും ആദ്യം കേന്ദ്രത്തിലൊരു നീക്കം ഉണ്ടായിരുന്നു, ഇത് ആ കോടതി വിധിയുമായി ബന്ധപ്പെട്ടത് സ്വകാര്യ വ്യക്തികൾ കൊടുക്കാനായിട്ട്. അതിനെതിരെ ശക്തമായിട്ട് കേരള ഗവൺമെന്റും കൊല്ലത്തിന്റെ MP പ്രേമേന്ദ്രനും വളരെ ശക്തമായിട്ട് നിൽക്കുകയും കേന്ദ്ര ഗവൺമെന്റ് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എനിക്കറിയില്ല നിജേഷ് അരവിന്ദ്ര കേരള ഗവൺമെന്റ് CMRന് അനുകൂലമായിട്ട് നിയമം പാസ്സാക്കി മൈനിങ്ങിന് അനുവാദം കൊടുത്തു. മൈനിങ്ങിന് അനുവാദം കൊടുത്തിട്ടില്ല. അവർ ചെയ്യുന്നത് ഈ മണലുകൾ KMML നിന്നോ IRൽ നിന്നോ കുറച്ച് മണൽ പരസ്യമായിട്ട് വാങ്ങിക്കുകയും കുറച്ച് രഹസ്യമായിട്ട് എങ്ങനെയൊക്കെയോ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത് അത് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് ഇപ്പോഴും മൈനിങ്ങിന് അധികാരമില്ല, അവർ മൈനിങ് നടത്തുന്നുമില്ല. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഈ 2 സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്, ഒന്ന് KMML, ഒന്ന് IR. പിന്നെ തിരുവനന്തപുരത്തുണ്ട്, അവിടെ ഇങ്ങനെയുള്ള മൈനിങ് അവർക്ക് വളരെ കുറവാണ്, അവർക്ക് ഏരിയയും കുറവാണ്, അവിടെ ഈ മണലുമില്ല. അപ്പോൾ ഇതിന്റെ ഒരു മോണോപ്പൊളി എന്ന് പറയുന്നത് ശരിക്കും KMMLനും IRക്കുമാണ്. ഇത് 2 ചവറയിലാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ CMRലിന് ഇന്ന് വരെ കേരളത്തിലെ UDF ഗവൺമെന്റോ LDF ഗവൺമെന്റോ അക്കാര്യത്തിൽ ഞാൻ 2 മേഖലയിൽ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ അനുവാദം കൊടുത്തിട്ടേ ഇല്ല. അനുവാദം കൊടുക്കാൻ നീക്കം വന്നത് ഒരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്, ആരാധനാലയങ്ങൾക്ക് എന്നുവേണ്ട ചോദിക്കുന്നവർക്കൊക്കെ പണം കൊടുക്കുന്ന ഒരു അക്ഷയഖനിയായി ഈ കമ്പനി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ അക്കാര്യം ഇവർ പറഞ്ഞ കാര്യം പറയുന്നത് 50 ലക്ഷം രൂപയാണ് ഒരു പത്രത്തിന് ഇവർ സംഭാവന കൊടുത്തതായിട്ട് അതിൽ പറയുന്നത്. എന്തിനാണ് അത് കൊടുത്തത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. പക്ഷേ അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും 15% ഓഹരി കേരളത്തിലൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിലുള്ളപ്പോൾ ഈ 50 ലക്ഷം രൂപ കൊടുത്താൽ അതിൽ 7.5 ലക്ഷം രൂപയെങ്കിലും എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണമാണ് എന്നുള്ളത് കൊണ്ട് ഇത് അന്വേഷിക്കപ്പെടേണ്ട ഒരു വലിയ ലാർജർ സ്കാമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. വളരെ നന്ദി ശ്രീ ബൽദേവ്, ശ്രീ നിജേഷ്, ശ്രീ പ്രിന്റു മഹാദേവ്, ഇത്രയും സംസാരിച്ചതിന്